എസിനെ ഈയം പൂശി ഈയല് പോലെ പറപ്പിക്കും എന്നായിരുന്നു ആദ്യ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളം കേട്ട മുദ്രാവാക്യങ്ങളിലൊന്ന്. ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ EMS ജയിച്ച് മുഖ്യമന്ത്രിയായപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തിരിച്ചു വിളിച്ചു. ആണിയടിച്ച് കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിന്മേൽ അവസാനത്തെ ആണിയടിച്ച്. പിന്നീട് കാലം മുന്നോട്ട് പോയി. അപ്പോഴേക്കും മുദ്രാവാക്യം മറ്റൊരു തരത്തിലായി. ആരാ കരയണത്, ഞാനാ കമ്മ്യൂണിസ്റ്റാണ്, എന്താ കമ്മ്യൂണിസ്റ്റെ കരയുന്നത്, പിള്ളേരെല്ലാം കോൺഗ്രസ്സാ. പിൽക്കാലത്ത് അത് പാർട്ടി മാറിയും ആള് മാറിയും എല്ലാവരും വിളിച്ചു. പിന്നീടത് കലാലയങ്ങൾ ഏറ്റുവാങ്ങി. തിരഞ്ഞെടുപ്പ് കാലം പിന്നീടും മുന്നോട്ട് പോയി. അപ്പോഴേക്കും വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള പുതിയ വിദ്യകളും നേതാക്കളും പാർട്ടികളും കണ്ടെത്തി തുടങ്ങിയിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പാർട്ടികൾ പരസ്പരം വിളിച്ചു. മുട്ട കൊടുത്തും പട്ട കൊടുത്തും വോട്ട് പിടിക്കാൻ നോക്കിയില്ലേ, എന്നിട്ടെന്തായി പൊട്ടിയില്ലേ എന്നായി മുദ്രാവാക്യം. അങ്ങനെ മുദ്രാവാക്യങ്ങളുടെ ഒരു ചരിത്രം തന്നെ കേരളത്തിലുണ്ട്. ഇപ്പോൾ പക്ഷേ ആർക്കാണ് മുദ്രാവാക്യം എഴുതാൻ സമയം? അതുകൊണ്ട് എല്ലാവരും പാരഡിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ മുദ്രാവാക്യങ്ങളൊന്നും കേൾക്കാനില്ല. എന്തിന്, ജയിച്ച സ്ഥാനാർത്ഥിക്ക് പോലും മുദ്രാവാക്യമില്ല. പകരം എല്ലാവരും ലജ്ജാവതിയും രാക്ഷസിയും ഒക്കെ ഇട്ട് തുള്ളലാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നീടും തെരഞ്ഞെടുപ്പ് കാലം മുന്നോട്ട് പോകുമ്പോൾ അതാത് കാലത്തിനനുസരിച്ചുള്ള പാട്ടുകൾ രംഗത്തെത്തി. ഇത്തവണ മുത്തേ പൊന്നെ എന്നും, പ്രേമമെന്നാൽ എന്താണ് പെണ്ണെ എന്നും, കോൺഗ്രസ് എന്നാൽ എന്താണ് പെണ്ണെ എന്നുമൊക്കെയായി പാട്ടുകൾ. എന്തായാലും മുദ്രാവാക്യങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഫലം വരാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. എല്ലാവരും ആഹ്ലാദിക്കാൻ തയ്യാറെടുത്തോളൂ. തോറ്റവരും ഒരുങ്ങണം. കാരണം നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ തോറ്റത്, അല്ല അങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് അണികളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിനുള്ള കാരണങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഏവർക്കും വിജയാശംസ.